പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ, ഈ ഡെയിലി ബ്ലെസ്സിങ് ടൈമിലൂടെ ദൈവത്തിന്റെ കൂട്ടായ്മ പങ്കിടുവാൻ കർത്താവ് നൽകി തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ധ്യാനങ്ങള് അനേകർക്ക് പ്രയോജനപ്രദമാകുവാൻ ഈ വചനങ്ങൾ ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാട്സപ്പ് സ്റ്റാറ്റസുകളായി, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ജീവനുള്ള ദൈവത്തിന്റെ വചനം അനേകരുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ, അനേക വീടുകള് സന്തോഷം കൊണ്ട് നിറയാൻ, അനേകർക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ നൽകുവാൻ, അതവർക്ക് ലഭിക്കുവാനൊക്കെ നിങ്ങളുടെ ഓരോ ഷെയറുകളും കർത്താവ് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ കാരണമായി തീരും. കാരണം ദൈവത്തിന്റെ വചനമാണ്. ഇതിന് വചനം അനേകർക്ക് അതൊരു ജീവനായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. 1-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്തു ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, ഇവിടെ അവൻ എന്ന് പറയുന്നത് മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തു നിന്ന് മനസ്സിലാകും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനാകുന്ന അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ വെള്ളത്തിനരികെയുള്ള വൃക്ഷത്തിനുള്ള പ്രത്യേകതയാണ് അത് തഴച്ച് വളരുവാൻ ഇടയാകും. നല്ലതുപോലെ ഫലം നൽകുവാനായിട്ട് സാധ്യമാണ്. വളരെയധികം വെള്ളം ലഭിക്കുന്നൊരു സ്ഥലത്ത് വളരുന്ന, ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ഇങ്ങനെയാണ്, വെള്ളത്തിനരികെയുള്ള ഒരു വൃക്ഷം പോലെയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാം വെള്ളത്തിനരികെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് എപ്പോഴും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടും തഴച്ച് പച്ചപ്പ് നഷ്ടപ്പെടാതെ ഫലം പുറപ്പെടുവിക്കുന്നതായ ഒരു നല്ല വൃക്ഷം പോലെയാണ് നിങ്ങളുടെ ജീവിതം. വെള്ളമില്ലാതെ വരണ്ടു കിടക്കുന്ന സ്ഥലത്ത് വൃക്ഷം വേഗത്തിൽ ഇലകളെല്ലാം പൊഴിഞ്ഞ് വീണ്ടുന്ന ഫലം കൊടുക്കുവാൻ കഴിയാതെ വളരെ വേഗത്തിൽ അത് ഉണങ്ങിപ്പോകുവാനായിട്ട് സാധ്യമാണ്. പരിശുദ്ധാത്മാവില്ലാത്തൊരു ജീവിതം. ലോകത്തിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് തൻ്റെ ജീവിതം ആത്മഹത്യ ചെയ്തും ജീവിതം തകർന്നടിഞ്ഞും വളരെ പ്രയാസകരമായ പ്രതിസന്ധികളുടെ നിലകളിൽ
ജീവിതം വഴിമുട്ടിയുമൊക്കെ വളരെ ഭാരത്തിലും ദുഃഖത്തിലും ചില കുടുംബങ്ങൾ കണ്ണുനീരിലുമായിരിക്കുമ്പോൾ, പ്രിയരെ, ഈ ദുഃഖവും പ്രയാസവും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടും പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എന്തേ നശിച്ചു പോയില്ല? എന്തേ തകർന്നു പോയില്ല? ഒറ്റ ഉത്തരമേ ഉള്ളൂ. പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിനരികെ ഒരു വൃക്ഷം നിൽക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാം വെള്ളത്തിനരികെ വൃക്ഷമാകുന്ന നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ്. അവിടെയെല്ലാം നല്ല ഫലം പുറപ്പെടുവിക്കുവാനുള്ള വേണ്ടുന്നതായ എല്ലാ വൃക്ഷം അതിൻ്റെ വേരിലൂടെ അത് വലിച്ചെടുക്കുവാനായിട്ടിടയാകുന്നത് പോലെ ആവശ്യത്തിനുള്ള പരിശുദ്ധാത്മാവിൽ നിന്ന് സകലമാന ദാനങ്ങളും നിങ്ങളിലേക്ക് പകർന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിർത്തിയതാണ്. നാം എല്ലാം ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നിർത്തിയതാണെന്ന് പറയാം നമുക്ക് കഴിയും. ആകയാൽ നമ്മുടെ ജീവിതം വളരെയധികം വരൾച്ചയുടെ അനുഭവത്തിനകത്ത് ഫലമില്ലാത്ത വൃക്ഷമല്ല. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ. എന്നിട്ട് പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ചെയ്യുന്നതൊക്കെ ദൈവമഹത്വത്തിനായി ചെയ്യുന്നതെല്ലാം സാധ്യമാകും. കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾക്കൊരു ദർശനമുണ്ട്. കർത്താവിൻ്റെ വേല ഇങ്ങനെയൊക്കെ ആയുസ് തീരുന്നതിന് മുൻപേ, യേശു വരുന്നതിന് മുൻപേ ചെയ്തു തീർക്കണമെന്ന്. നെഹമ്യാവിൻ്റെ ആഗ്രഹം പോലെ വലിയ ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധ്യമാകുവാനിടയാകും. നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തികൾ, മക്കൾക്കായി ചെയ്യുന്ന പ്രവൃത്തികൾ, കുടുംബത്തിനായി ചെയ്യുന്ന പ്രവൃത്തികൾ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള സകല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധ്യമാണ്. ഒന്ന് പറയാൻ പറ്റുമോ? എനിക്കതിന് കഴിയും, നിങ്ങൾക്കതിന് കഴിയും. ദൈവജനത്തിൽ ആശ്രയിക്കും. പരാജയപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പോലെ മുൻപിലുള്ള ശൂന്യതയെ നോക്കി മടുത്തു പോകാതെ, ദൈവവചനം പറയുന്നത് പോലെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതെ, ഇന്നലകളിൽ ലോകം പരാജയമാണെന്ന് പറഞ്ഞത്, അവന്റെ ശുശ്രൂഷകളിൽ അവൻ ഉയരുകയില്ലെന്ന് നിങ്ങളെ നോക്കി വിധി എഴുതിയത്, അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് നിങ്ങളെ നോക്കി പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾക്ക് വിരോധമായ സകല നെഗറ്റീവ്സുകളെയും നിങ്ങൾ അതിജീവിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ സാധ്യമായി തീരുന്ന വലിയ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നു. ഈ മാസം വലിയൊരു ദൈവപ്രവൃത്തികൾ കാണുന്ന മാസമാക്കി നിങ്ങളുടെ വീടുകളിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് കൂടെ ഇരുന്നോ, നിങ്ങളോട് കൂടെ ഇരുന്നോ, ദൈവം നമ്മുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ പ്രവൃത്തികൾ സാധ്യമാക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നുള്ള ദൈവവചനത്താൽ ഈ പകൽ, ഈ ഡെയിലി ബ്ലെസ്സിംഗ് ടൈമിലൂടെ ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിലും ദൈവവാഗ്ദത്ത നിവർത്തികൾ കാണപ്പെടട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള പ്രവൃത്തികൾ സാധിപ്പിച്ചെടുക്കുന്ന ദൈവത്തിനായി സ്തോത്രം. പുത്രനെ മഹത്വപ്പെടുത്തി പിതാവ്
നിന്റെ മക്കൾക്കായി വൻ കാര്യങ്ങൾ ചെയ്യുവാനിടയാകട്ടെ. അത്ഭുതങ്ങൾക്കായി സ്തോത്രം. നല്ലൊരു വാഗ്ദാനം വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ സാധ്യമാകും.